സല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ സൂറത്തു ഫാത്തിഹയാണ് വായിച്ചിരുന്നത്. ഏകദേശം നമ്മളത് കുറേശ്ശെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ആ പറഞ്ഞതൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഉണ്ടായിരിക്കണം, അപ്പോഴേ അതുകൊണ്ട് എന്ത് ചെയ്യുള്ളൂ, എൻ്റെ കാര്യമുള്ളൂ. കാരണം ഈ ഖുർആനിൻ്റെ വെളിച്ചം ഉള്ളിലോട്ട് ചെല്ലണമെങ്കിൽ ആ വെളിച്ചം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണമല്ലോ. അറിയാതെ അതിൻ്റെ വെളിച്ചം എന്ത് ചെയ്യൂല, നമ്മളുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയില്ല. അപ്പോൾ ഇനി നമ്മൾ തുടങ്ങുന്നത് സൂറത്തുർ റാഇദാണ്. 13-ാമത്തെ അധ്യായമാണത്. അതിൻ്റെ മുമ്പിലുള്ള അധ്യായങ്ങളൊക്കെ എടുത്താൽ കുറച്ച് 100-ലധികം ആയത്തുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ സൂറത്തു ബഖറ അവിടുന്ന് ഇങ്ങനെ തുടങ്ങി വരികയാണെങ്കിൽ സൂറത്തു റാഇദിൻ്റെ മുമ്പിലുള്ള അധ്യായങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു 100-ലധികം ആയത്തുകളുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് ചെല്ലാവുന്നതാണ്. ഇപ്പോൾ റാഇദ് ഏകദേശം ഒരു 50-ന്റെ താഴെ ആയത്തുകളേ ഉള്ളൂ. 43 എൻ്റെ ഓർമ്മ. 43ഓളം വചനങ്ങൾ സൂറത്തു റാഇദിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ റാഇദ് അങ്ങനെ തുടങ്ങാവുന്നതാണ് നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനനുസരിച്ച് കുറേ പദങ്ങളും നമ്മൾ പഠിച്ചു വരും. പദങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള ആയത്തുകളൊക്കെ വായിക്കാൻ എന്ത് ചെയ്യും, നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ സൂറത്തു ഫാത്തിഹ നമ്മൾ പഠിച്ചപ്പോഴന്നെ ഒരുപാട് പദങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് ഇനി വേറെയുള്ളടത്ത് കാണുമ്പോൾ അതിൻ്റെ അർത്ഥത്തിനോ ആശയത്തിനോ മാറ്റമില്ലെങ്കിൽ ആ ആയത്ത് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, എളുപ്പമായിത്തീരും. സൂറത്തുർ റാഇദ് എന്ന് അതിന് പേര് വരാൻ കാരണം അതിലെ 13-ാമത്തെ ആയത്തിൽ ഇടി അള്ളാഹുവിനെ സ്തുതിക്കുന്നു, യുസബ്ബിഹുർ റാഇദു എന്ന വചനം കാണാം. യുസബ്ബിഹുർ റാഇദു, ഇടി അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട് എന്നതാണ്. ഇടിയെട്ടുമ്പോ നമുക്ക് പേടിയാണ് അല്ലേ? പക്ഷെ ഇടി പോലും അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട് എന്നാണ്. വൽ മലായിക്കത്തു, മലക്കുകളും അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എന്ന് സൂറത്തു റാഇദിലെ 13-ാമത്തെ ആയത്തിൽ കാണാം. അവിടെ അപ്പൊ റാഇദ് എന്ന പ്രയോഗം അവിടെ നടത്തിയിട്ടുണ്ട്, യുസബ്ബിഹുർ റാഇദു. അപ്പൊ ആ 13-ാമത്തെ വചനത്തിൽ റാഇദ് എന്ന പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ഇതിനെന്ത് പേര് വന്നിട്ടുള്ളത്, സൂറത്തുർ റാഇദ് എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പൊ 13-ാമത്തെ അധ്യായമാണ് സൂറത്തുർ റാഇദ്. സൂറത്തുർ റാഇദിലെ 13-ാമത്തെ ആയത്തിലാണ് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, സൂറത്തുർ റാഇദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തുടക്കം നമുക്കൊക്കെ അറിയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം റാ. അലിഫ് ലാം മീം റാ അല്ലേ? ഇതിന് നമ്മൾ എന്താണ് പറയാറുള്ളത് സാധാരണ? അലിഫ് ലാം മീം റാ. അതേപോലെ അലിഫ് ലാം മീം, അലിഫ് ലാം റാ അല്ലേ? ഹാമീം, ഖാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇങ്ങനെ കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ എന്നാണ് പറയാറുള്ളത്. ഖുർആന്റെ തുടക്കത്തിൽ കേവലാക്ഷരങ്ങളെ കൊണ്ടാണ് തുടങ്ങുന്നത്. ഖുർആനിൽ 2 തരം ആയത്തുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പറയാൻ പറ്റും ആർക്കെങ്കിലും? ഖുർആനിൽ 2 തരം ആയത്തുകളുണ്ട്. കേട്ടില്ല? മക്കി മദനി, അത് അധ്യായമാണ്. ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിച്ച അധ്യായങ്ങൾക്കാണ് മക്കി എന്ന് പറയാ. ഹിജ്റക്ക് ശേഷം ഇറക്കപ്പെട്ടതിനാണ് എന്ത് പറയാ, മദനി എന്ന് പറയാ. അത് 2 തരം അധ്യായങ്ങളാണ്. ഖുർആനിൽ 2 തരം ആയത്തുകൾ ഉണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹക്കമാത്ത്, മുത്തശാബിഹാത്ത്, 2 തരം ആയത്തുകൾ ഉണ്ട് ഖുർആനില്. അത് എവിടെ പറഞ്ഞിട്ടുള്ളത്? ആലിംറാനിലെ 7-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ആലിംറാനിലെ 7-ാമത്തെ ആയത്തില് ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തും മുഹക്കമാത്ത് ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുതശാബിഹാത്ത്
فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله എന്ന് കാണാം. ദാ ഖുർആനിൽ രണ്ട് ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ്, അവനാണ് നിനക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഗ്രന്ഥം ഇറക്കി തന്നിട്ടുള്ളത്. എന്നിട്ട് പറയാം മിൻഹു, അതിലുണ്ട് ആയാത്തും മുഹക്കമാത്ത്, മുഹക്കമായിട്ടുള്ള ആയത്തുകളുണ്ട്. എന്നിട്ട് പറഞ്ഞു ഹുന്ന ഉമ്മുൽ കിതാബ്, കിതാബിന്റെ അടിസ്ഥാനം അതാണ്, ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം അതാണ്. തുടർന്ന് പറഞ്ഞു വ ഉഖറു മുതശാബിഹാത്ത്, വേറെ ചിലത് മുതശാബിഹാത്തായിട്ടുള്ള ആയത്തുകളുണ്ട്. ആ മുതശാബിഹാത്തായിട്ടുള്ള ആയത്തുകളെ കൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂല. അതുകൊണ്ടാണ് ഖുർആൻ എടുത്തു പറഞ്ഞത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ, ഹൃദയത്തിൽ വക്രത ഉള്ളവര്, വഴികേടിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ യത്തബിഊന മാ തശാബഹ മിന്നു, ഖുർആനിൽ നിന്നുള്ള തശാബുഹായിട്ടുള്ള ആയത്തുകളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ പിന്തുടരുക. പഴയ കാലത്ത് ഒരാള് ഇങ്ങനെ അള്ളാഹുവിന്റെ ചിത്രം വരച്ചു എന്നാ, അവിടെ തല, കഴുത്ത്, കൈ, കാല് ഇതൊക്കെ വരച്ചിട്ട് തലാണ് മായ്ച്ചു. അപ്പൊ അള്ളാഹ്ക്ക് തല ഇല്ലാതായി. കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഉടല് മായ്ച്ചു. അപ്പൊ അള്ളാഹ്ക്ക് ഉടലില്ല. അതിനെ കയ്യും കാലൊക്കെ മായ്ച്ചു കണ്ട് പറഞ്ഞത് അള്ള തന്നെ ഇല്ല എന്നാണ്. അതേ മനുഷ്യൻ മറ്റൊരിക്കൽ ചോദിച്ചത്ര അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അർത്ഥം പറയാൻ പറഞ്ഞു. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു, ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു നിൽക്കട്ടെ എന്നല്ലോ, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. അപ്പൊ അലിഫ് ലാം മീം നില്ലിന്റെ അർത്ഥം പറയാന്ന്. അപ്പൊ തുടക്കത്തിൽ തന്നെ സംശയമാണ്, ഇങ്ങോട്ട് പുറത്ത് പറയാണ് സംശയമില്ല എന്ന്. ഈ മനുഷ്യൻ ആരായിരുന്നു അറിയാം നിങ്ങള്? ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ചോദ്യമായിരുന്നു ഇത്. ഉസ്മാൻ സാഹിബ് ആ രീതിയിൽ നിരീശ്വര പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇതൊരു നല്ല മനുഷ്യനാകാൻ നോക്കും. KC അബൂബക്കർ മൗലവിയാണ് അദ്ദേഹത്തോട് എന്ത് ചെയ്തത്, പറഞ്ഞത്. അദ്ദേഹം ആ പേരിൽ ഒരു നാടകം എഴുതി, ഇതൊരു നല്ല മനുഷ്യനാകാൻ നോക്കുക. പക്ഷെ KC വിട്ടില്ല. അപ്പൊ KC പിന്നാലെ കൂടി ഉസ്മാൻ ഡോക്ടർ ഹിദായത്തിലേക്ക് വന്നു, ഖുർആൻ പഠിച്ചു. അപ്പൊ അലിഫ് ലാം മീം എന്താ, ചിലർ പറഞ്ഞിട്ടുണ്ട് നബിന്റെ പേരാണ് എന്ന്. അതൊക്കെ അവര് പറഞ്ഞു എന്നല്ലാതെ ഈ മുത്തശാബിഹാത്തായിട്ടുള്ള ഈ ആയത്തുകളെ കൊണ്ട് എന്താണ് റബ്ബ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് എന്ത് ചെയ്യൂല, അറിയൂല. പക്ഷെ അത് ഖുർആനിൽ പെട്ടതാണോ? ആണ്. അലിഫ് ലാം മീം, നബി ഖുർആൻ വായിച്ചാൽ ഓരോ ഹർഫിനും 10 പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉദാഹരണം എടുത്ത് പറഞ്ഞു അലിഫ് ലാം മീം എന്നാ. എന്നിട്ട് പറഞ്ഞു അതൊരു അക്ഷരമല്ല, അതിൽ അലിഫ് ഒരു അക്ഷരാണ്, ലാമു വേറൊരു അക്ഷരാണ്, മീമു വേറൊരു അക്ഷരാണ്. കണ്ടോ? അപ്പൊ ഖുർആനിൽ പെട്ടതാണ്. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അള്ളാഹു ആയാലും. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ പറഞ്ഞത് സൂറത്തു ആൽ ഇംറാനിലെ 7-ാമത്തെ ആയത്തിൽ പറഞ്ഞേ, ഈ മുത്തശാബിഹാത്തായ ആയത്തുകളെയാണ് ഹൃദയത്തിൽ വക്രതയുള്ളവർ പിന്നാലെ കൂടുന്നത്. എന്തിന്? ഇബ്തിഗാഅൽ ഫിത്നത്തി, ഫിതന ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, വബ്തിഗാഅ തഅ്വീലി, അതിനെ വ്യാഖ്യാനിക്കണം എന്നും ആഗ്രഹിച്ചുകൊണ്ട്. എന്നാൽ അല്ലാഹ് പറയാ വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അതിന്റെ തഅ്വീൽ ആർക്കേ അറിയുള്ളൂ, അള്ളാഹ്ക്കേ അറിയുള്ളൂ. എന്നാൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവര് എല്ലാവരും പറയും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്നിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവർ ആര് മാത്രമാണ്, വിശ്വസിക്കുന്നവർ മാത്രമാണ് എന്ന് ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞതായിട്ട് കാണാം. അപ്പം അലിഫ് ലാം റാ, ഇതുപോലെ കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളുടെ തുടക്കത്തിലുള്ള ഇവ ആയാത്തും മുത്തശാബിഹാത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, സംസാരിക്കേണ്ടതില്ല, ചർച്ച നടത്തേണ്ടതില്ല. എന്നാൽ മുഹക്കമായിട്ടുള്ള ആയത്തുകളുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കണം, തദബ്ബുർ നടത്തണം. എന്താ തദബ്ബുർ നടത്തുക? ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കണം എന്ന തദബ്ബുർ എന്ന് പറഞ്ഞാൽ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, സൂറത്ത് മുഹമ്മദിൽ ഒരു ആയത്താണ്.
അല്ലെ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്ന്. വെറുതെ അതിന്റെ മുകൾ പരപ്പിലൂടെ അങ്ങനെ പോവുകയല്ല, മറിച്ച് അതിന്റെ ഓരോ വചനങ്ങളെ കുറിച്ചും എന്ത് ചെയ്യണം? ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കാനും ഉണ്ട്. എന്നിട്ട് ഖുർആൻ ചോദിച്ചു, ഇത് ഇങ്ങനെ ചിന്തിക്കാത്ത പഠിക്കാത്ത ആളുകളുടെ ഖൽബുകൾക്ക് അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, ഖൽബുകൾക്ക് താഴുകൾ ഇട്ടിട്ടുണ്ടോ, പൂട്ടുകൾ ഇട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പൊ ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. അപ്പൊ ഖുർആനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചു ഓതിയാൽ ഓരോ ആയത്തുകളും ഓതുമ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ തദബ്ബുറുൽ ഖുർആൻ സൂറത്തു നിസായിലും ചോദിച്ചിട്ടുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിനെ കുറിച്ച് അവർ ആഴത്തിൽ ആലോചിച്ചു നോക്കിയിട്ടില്ലേ? അത് അള്ളാഹുവിൽ നിന്നല്ല എങ്കിൽ അതിൽ അവർക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. എത്ര വർഷം കൊണ്ടാ ഖുർആനിന്റെ അവതരണം പൂർത്തിയാവുന്നത്? 23 വർഷമുണ്ട്. ആ 23 വർഷം മനുഷ്യൻ എഴുതിണ്ടാക്കിയതാണെങ്കിൽ ഒന്നാമത്തെ കൊല്ലം എഴുതിയത് 23ാമത്തെ കൊല്ലം എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി എഴുതേണ്ടി വരും. കാരണം ആ രീതിയിലാണ് മനുഷ്യന്റെ അറിവ്, അല്ലെ? പഴയ കാലത്ത് സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഭൂമി കറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്യൻ സഭ, ക്രിസ്തീയ സഭ എന്ത് ചെയ്തു? അത് പറഞ്ഞ ആളെ തുറുങ്കിലടിച്ചു. പിന്നെ എല്ലാവരും അംഗീകരിച്ചു. അപ്പൊ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പം ഈ 23 വർഷം കൊണ്ട് ഇറങ്ങിയ ഖുർആനിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും കണ്ടെത്താൻ സാധിക്കുകയില്ല. അത് ഖുർആന്റെ പ്രത്യേകതയാണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന്. അപ്പം അതാണ് ഖുർആന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മിക്ക അധ്യായങ്ങളുടെയും തുടക്കം ഖുർആനിനെ കുറിച്ച് ആയതുപോലെ തന്നെ ഈ അധ്യായത്തിന്റെയും തുടക്കം ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടാണ്. അലിഫ് ലാം മീം റാ തിൽക ആയാത്തുൽ കിതാബ് വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. തിൽക ആയാത്തുൻ, ഇത് തെളിവുകളാണ്, വചനങ്ങളാണ്. അൽ കിതാബ്, ഏതിലെ? ആ ഗ്രന്ഥത്തിലെ, അഥവാ ഖുർആനിലെ വചനങ്ങളാകുന്നു ഇത്. വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക, വല്ലദീ ഉൻസില, ഇറക്കപ്പെട്ടിട്ടുണ്ട്, ഇലൈക, താങ്കളിലേക്ക്, അത് മിർ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൽ നിന്ന്, റബ്ബിൽ നിന്ന്. അതെന്താണ്? അൽ ഹഖ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്, വസ്തുതകളാണ്, അതിൽ ബാത്തിലായിട്ടുള്ള ഒന്നുമില്ല. വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, എന്നാൽ ഭൂരിപക്ഷ ജനങ്ങളും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ആലോചിക്കട്ടെ, ഖുർആനിനെ പരിചയപ്പെടുത്താണ് സൂറത്തു റാദിലെ 1-ാമത്തെ ആയത്തിൽ. ഇതിന്റെ ഈ വചനങ്ങൾ ഏതാണെന്നാ പറഞ്ഞത്? തിൽക ആയാത്തുൽ കിതാബ് എന്ന. അൽ കിതാബിലെ വചനങ്ങളാണിത്. കിതാബിൽ മുബീൻ എന്നൊക്കെ വേറെ സ്ഥലത്ത് കാണാം. അപ്പൊ അള്ളാഹുവിന്റെ കലാമുകളാണിത്. അതാണല്ലോ ചുരുക്കി പറഞ്ഞാൽ. ഇത് അൽ കിതാബിലെ, ഖുർആനിലെ വചനങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് ആരുടെ വചനങ്ങളാണ്? അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്ന്. അപ്പം ആ ഒരു ബോധത്തോടു കൂടിയാണ് ഖുർആനിനെ എന്ത് ചെയ്യേണ്ടത്? സമീപിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾക്ക് എന്ത് ചെയ്യാറില്ല? അത് സാധിക്കാറില്ല എന്നാണ്. അള്ളാഹുവിന്റെ കലാമാണ്. ആ രീതിയിൽ ഖുർആനിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഖുർആനിനെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം പലപ്പോഴും എന്ത് ചെയ്യാറില്ല? ഉൾക്കൊള്ളാറില്ല. ഒരു കുറെ പാട്ടും പെയ്ത്തും അതുപോലെ തന്നെ കവിതകളൊക്കെ ആയിട്ട് നടക്കുന്നല്ലാതെ ഖുർആനിലേക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യാറില്ല? ഇറങ്ങി വരാറില്ല. വേറെ ചിലർ ഫളായിൽ കിതാബുകളായിട്ടാണ്. എന്താ മഹത്വം? എന്തിന്റെ മഹത്വം?
അമലുകളുടെ മഹത്വം എന്ന് പറഞ്ഞാൽ നടക്കാറുള്ളത്. ശരിക്ക് തബ്ലീഗ് നടത്തേണ്ടത് ഖുർആനിനെയാണ് എന്നാണ്. ബല്യവ് ബിമാ ഉൻസില ഇലൈക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആൻ. ബല്യവ് ബിമാ ഉൻസില ഇലൈക, താങ്കളിലേക്ക് ഇറക്കപ്പെട്ടതിനെ എത്തിച്ചു കൊടുക്കണം എന്നാ. എടാ പറഞ്ഞേ, സൂറത്തു മായിദയിൽ ഉണ്ടാവും 67-ാമത്തെ ആയത്തോ അങ്ങാണ്ടാണ്. ആ താങ്കളിലേക്ക് ഇറക്കപ്പെട്ടതിനെ താങ്കൾ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ ബിമാ ഉൻസിലയിലേക്ക അത് എത്തിച്ചു കൊടുക്കണം. അത് താങ്കൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഹമാ ബല്ലാത്ത ഇസാലത്തോന്ന, ആ ദിവ്യ സന്ദേശം താങ്കൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാതെ ആ റിസാലത്തിൽ ഞാൻ ദഅവത്ത് നടത്തി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂല, പൂർത്തിയാവൂല. ഖുർആനാണ് അടിസ്ഥാനം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഖുർആനിന്റെ പ്രാധാന്യം നോക്ക്. എന്താണ് അത്? അള്ളാഹിന്റെ കലാമാണ്. ആ വേദത്തിലെ ആ കിതാബിലെ വചനങ്ങളാകുന്നു അത്. തിൽക ആയാത്തുൽ കിതാബ്. എന്നിട്ട് പറയാം വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക. പോരാ, അതിന്റെ പ്രത്യേകത എന്താണ്? താങ്കളുടെ സ്രഷ്ടാവിൽ നിന്ന് താങ്കൾക്ക് ഇറക്കപ്പെട്ടതാണ്. വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക. അപ്പൊ നോക്ക്, അതിന്റെ പ്രാധാന്യം വീണ്ടും എടുത്തു പറയാണ്. റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതാണത് എന്ന്. അപ്പൊ ഏതെങ്കിലും മനുഷ്യൻ കൈകൊണ്ട് എഴുതിണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ളതാണോ? അല്ല. ഇപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് മാറ്റം ഉണ്ടാക്കിയത് ഏത് അധ്യായം കേട്ടപ്പോഴാണ്? സൂറത്തു ത്വാഹ അല്ലെ? സൂറത്തു ത്വാഹ അല്ലെ? ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. അവിടെ പറഞ്ഞെന്താണ്? ഏതാ ഖുർആൻ? തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ആ ഭൂമിയെയും അത്യുന്നതങ്ങളായ ആകാശങ്ങളെയും സൃഷ്ടിച്ചവനിൽ നിന്ന് ഇറക്കപ്പെട്ടതാണിത് എന്നാണ്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് എന്താണ് ആ റബ്ബിന്റെ പ്രത്യേകത? ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും അവക്കിടയിലുള്ളതും അമാ തഹ്തസറ, മണ്ണിനടിയിലുള്ളതും എല്ലാറ്റിന്റെയും ഉടമസ്ഥനാണ് ആര്? അള്ളാഹു. പക്കാ മുശ്രിക്കിനോട് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവരെന്തേ പറഞ്ഞിരുന്നേ? അള്ളാഹു ആണ്. അപ്പൊ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ട്. അപ്പൊ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് ഈ വചനങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. ഏത് ഉമർ? ഏതാ ഉമർ? ഉമറിനെ കുറിച്ച് സഹാബികളുടെ അഭിപ്രായം എന്താ? ഖത്താബിന്റെ കഴുത മുസ്ലിം ആയാലും ഖത്താബിന്റെ മകൻ ഉമർ എന്ത് ചെയ്യൂല, മുസ്ലിം ആവൂല എന്നാ. അത്രയും പോക്കാണ് ജാഹിലിയത്തിലെ ഉമർ. ആ ഉമർ ഖുർആൻ കേൾക്കേണ്ട വിധത്തിൽ കേട്ടപ്പോൾ എന്ത് ചെയ്തു? മാറ്റം ഉണ്ടായിരുന്നു. അത് മനസ്സിനെ സ്വാധീനിച്ചു. അപ്പൊ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനിൽ നിന്ന് ഇറക്കപ്പെട്ടതാണോ ഇത്? അതുവരെ ഉമർ കേട്ടത് എന്താ? ഇതാരോ എഴുതിണ്ടാക്കിയതാണ്, മുഹമ്മദ് തന്നെ കെട്ടിച്ചമച്ചു പറയാണ്. അല്ല, അത് കേട്ടപ്പോൾ ഉമറിന് കൃത്യമായിട്ട് കാര്യം ബോധ്യപ്പെട്ടു. ഉമർ അങ്ങനെ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നോക്ക് നിങ്ങൾ. അപ്പൊ അത് നിനക്ക് നിന്റെ സ്രഷ്ടാവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ഒരാൾ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിനക്ക് നൽകിയ അധികാരത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് തരണം എന്നറിഞ്ഞു. നീ ഖലീഫ അല്ലേ, അപ്പൊ നിനക്ക് ഒരുപാട് അധികാരം ഉണ്ടല്ലോ. അപ്പൊ എവിടെയെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം, അല്ലെങ്കിൽ ഒരു സെക്രട്ടറി സ്ഥാനം, ഇപ്പൊ നമ്മളെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം, എവിടെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹകരണ സംഘങ്ങളുടെ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥാനം എനിക്ക് തരണം എന്നാണ്. അപ്പൊ നിന്റെ അടുക്കൽ എന്തുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിൽ നിന്ന്, അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് നിന്റെ അടുക്കൽ എന്തുണ്ട്? അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഈ പൊളിറ്റിക്കൽ സയൻസ് പാസ്സായിട്ടുണ്ടോ, IAS ഉണ്ടോ, IPS ഉണ്ടോ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്നല്ല ഉമർ ചോദിച്ചത്.
പരിശുദ്ധ ഖുർആനിൽ നിന്ന് നീ എന്ത് പഠിച്ചു? നിന്റെ അടുക്കൽ എന്തുണ്ട്? ഒന്നുമില്ല. എന്നാ പോ. കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നും അറിയാത്ത, പഠിക്കാത്ത ഒരാൾക്ക് അധികാരത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നീ പോയി ഖുർആനിൽ നിന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ട് വാ. അയാള് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ തിരിച്ചെത്തിയിട്ട് പറഞ്ഞത്രേ, ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ശരി, എന്നാൽ നിനക്ക് പറ്റി എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്യാം? ഏൽപ്പിച്ചു തരാം എന്ന രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, അദ്ദേഹം തിരിച്ചു പറഞ്ഞത്രേ, ഉമറിൽ നിന്ന് പടച്ചവൻ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഐശ്വര്യം നൽകിയിട്ടുണ്ട് എന്ന്. അപ്പൊ ആ ഉമറിൽ നിന്ന് എനിക്ക് ഐശ്വര്യം നൽകാൻ കാരണക്കാരനായ ഉമറെ, അതിനുള്ള നന്ദി പറയാനാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഇനി ഉമറിനോടൊന്നും ചോദിച്ചാൻ വരൂല. കാരണം ഞാൻ ഖുർആൻ പഠിച്ചപ്പോൾ ഞാൻ ഒരായത്ത് പ്രത്യേകം ശ്രദ്ധിച്ചു. സൂറത്തു ത്വലാഖിൽ ഒരായത്ത്. ആ ആയത്ത് ലോകത്തുള്ള അമീറുൽ മുഅ്മിനീൻ അടക്കമുള്ള എല്ലാരിൽ നിന്നും എനിക്ക് ഇന നൽകിയിട്ടുണ്ട്, ഐശ്വര്യം നൽകിയിട്ടുണ്ട്. ഇനി ഒരാളോടും ഞാനൊന്നും ചോദിക്കൂല. അപ്പൊ ഏതാണ് ആയത്ത്? അപ്പൊ ആയത്ത് പറഞ്ഞു കൊടുത്ത ആ മനുഷ്യൻ എന്നാണ്. എന്താണ്? വമയ്യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ എന്ന് തുടങ്ങിയിട്ടുള്ള വചനം. ആ ആയത്ത് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ റബ്ബിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ടാണ്ട് അറിഞ്ഞു. ഇനി ഉമർ എനിക്കൊന്നും തരേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ആരോട് ചോദിച്ചോണ്ട്? അള്ളാഹിനോട് ചോദിച്ചോണ്ട്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ പിന്നെ ഓൻ ചെയ്യേണ്ടതില്ല. ഓൻ അള്ളാഹ് മഖ്റജ് നൽകുന്ന, ഓന് ഏത് കുടുക്കിൽ പെട്ടാലും എത്ര പ്രതിസന്ധികൾ വന്നാലും അള്ളാഹ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഓന് മഖ്റജ് നൽകും. പോരാ, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വിധത്തിൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ അവന് വിഭവങ്ങൾ നൽകുന്നു. ആയത്തിപ്പോ സൂറത്തു തലാഖ് പലവട്ടം നമ്മൾ ഓതി പോയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ ആയത്ത് സ്വാധീനിച്ചോ? വയർസുഖുഹു മാത്രമല്ല, അതിന് തവക്കുലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറെയും ചില കാര്യങ്ങൾ സൂറത്തു ത്വലാഖിൽ കാണാം. ത്വലാഖ് എന്തിനെ കുറിച്ചാണ്? അതുവരെ ഒന്നിച്ച് ജീവിച്ചിരുന്ന രണ്ടാളുകൾ പിരിയാണ്. ആ പിരിയുന്ന ഘട്ടത്തിലും നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമാണ് നിങ്ങൾ തീരുമാനം എടുത്തത് എങ്കിൽ, അള്ളാന്റെ കൽപ്പനക്ക് വിധേയമായിട്ടാണ് നിങ്ങൾ തീരുമാനം എടുത്തത് എങ്കിൽ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം ആര് വരും? അള്ളാഹ് തരും എന്നാ പറഞ്ഞത്. വലിയ പ്രതിസന്ധിയാണ് ജീവിതത്തിൽ, വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോഴാണ് ആയത്ത് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്ക് നിങ്ങൾ, ഖുർആൻ പഠിച്ചപ്പോഴുണ്ടായ മാറ്റം അല്ലേ? ഖുർആൻ പഠിച്ചപ്പോഴുണ്ടായ മാറ്റം, ആ മാറ്റം ഉണ്ടാവേണമെങ്കിൽ എന്ത് വേണം? ഇത് റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്നുള്ള ബോധം വേണം. മിർ റബ്ബിക പോരാ, അൽ ഹഖ്, അത് എന്തുകൂടിയാണ് എന്നാ പറഞ്ഞത്? സത്യമാണ്, യാഥാർത്ഥ്യമാണ്, വസ്തുതകളാണ് എന്നറിയാൻ സാധിക്കണമെന്ന്. ഖുർആനില് പൊള്ളയായിട്ടുള്ള ഒന്നുമില്ല. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. എന്തുകൊണ്ട്? തൻസീലു മിൻ ഹകീമിൻ ഹമീദ്. സൂറത്തു ഫുസ്സിലത്താണ് എൻ്റെ ഓർമ്മ. 44 ആ ഭാഗത്ത്, 44 അല്ലെങ്കിൽ 45 അവിടെ. എന്താണ്? ലാ യഅ്തീഹിൽ ബാത്തിൽ. ഖുർആനിൽ ബാത്തിൽ വരുന്ന പ്രശ്നമില്ല. മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിന്റെ മുന്നിലാവട്ടെ പിന്നിലാവട്ടെ അതിൽ ബാത്തിൽ വരില്ല. എന്തേ കാരണം? തൻസീലും, എത്രാമത്തെ? തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, സ്തുത്യർഹനും അഗാധജ്ഞാനിയുമായ അള്ളാഹുവിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഖുർആൻ. അപ്പൊ നമുക്ക് ബോധ്യമുണ്ടോ? ആ ബോധ്യമുണ്ടോ? ഹക്കാണത് അല്ലേ? സൂറത്ത് ഫുസ്സിലത്തിലില്ലേ? 41 അല്ല, ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ ഹകീമിൻ ഹമീദ്. 42 ആയത്ത്. അപ്പൊ ഹക്കാണത്, ഒരിക്കലും ബാത്തിൽ വരൂല. അപ്പൊ ഖുർആൻ
അതിന്റെ പ്രാധാന്യം. അത് അള്ളാഹുവിന്റെ വചനമാണ്, അത് ഹക്കാണ്. നമ്മൾ നേരത്തെ സൂറത്ത് ഫുസ്സിലത്തിൽ 53-ാമത്തെ ആയത്ത് നിങ്ങളോട് പഠിച്ചു വരാൻ പറഞ്ഞിരുന്നു. പഠിച്ചോന്ന് എനിക്കറിയില്ല. 53-ാമത്തെ ആയത്ത് സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവരുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലും നാം എന്ത് ചെയ്യും? തെളിവുകൾ കാണിച്ചു കൊടുക്കും അവർക്ക് എന്നുള്ളത്. നമ്മളത് കുറച്ച് വിശദമായി പറഞ്ഞിരുന്നു. അത് എത്രത്തോളം നിങ്ങളെ മനസ്സിൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഖുർആൻ ഹക്കാണ്. എന്നാൽ വലാകിന്ന അക്സറന്നാസി ലാ യുമിനൂൻ, വലാകിന്ന അക്സറന്നാസി ലാ യുമിനൂൻ. അധിക ജനങ്ങളും എന്ത് ചെയ്യുന്നില്ല? അതിൽ വിശ്വസിക്കുന്നില്ല. അവ ലാ യുമിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട വിധത്തിൽ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഖുർആൻ നമ്മളൊക്കെ ഇപ്പം വിശ്വസിച്ചിട്ടുണ്ടല്ലോ. വേദങ്ങളിലുള്ള വിശ്വാസം വിശ്വാസകാര്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആ വിശ്വാസകാര്യങ്ങളിൽ വേദങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുമ്പം ആ വിശ്വാസം ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? അമലുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? വിശ്വാസം എന്നത് അമലിനെ സ്വാധീനിക്കണം എന്നാണ്. മാ വഖറ ഫിൽ ഖൽബ് വസദ്ദഖഹു ബിൽ അമൽ എന്ന ഈ ഈമാൻ എന്നത് ഖൽബിൽ കോറിയിടേണ്ടതാണ്. അതോടൊപ്പം തന്നെ അമല് അതിനെ സത്യപ്പെടുത്തണം. സ്വദ്ദഖഹുൽ അമൽ, ഈമാനിനെ അമൽ എന്ത് ചെയ്യണം? സത്യപ്പെടുത്തണം. അല്ലെ? അപ്പൊ ആലോചിച്ച് നോക്കിയട്ടെ. അങ്ങനെ ഖുർആനിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണോ അമലുണ്ടായിട്ടുള്ളത്? ഖുർആനിനെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്നിട്ട് അമല് ചെയ്യുമ്പോ ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തണം. ഏതാ നല്ലത്? ഇന്ന ഖൈറൽ കലാമി കലാമുള്ള, അള്ളാഹിന്റെ കലാമിനെ സത്യപ്പെടുത്തണം, സുന്നത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. അല്ലെ? അങ്ങനെയാണോ? അപ്പൊ ഇന്നിപ്പോ ഖുർആൻ ക്ലാസ്സിലേക്ക് വന്നു. ഖുർആൻ ക്ലാസ്സിലേക്ക് വന്നപ്പോ നമ്മളുടെ പ്രചോദനം എന്താണ്? അള്ളാഹുവിന്റെ കലാമ് പഠിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന ബോധത്തോടു കൂടിയാണെങ്കിൽ ആ കലാമിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്, ഖുർആനിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അല്ലെ? ഒരു നന്മ ചെയ്യുമ്പോൾ ഇത് ഖുർആൻ കൽപ്പിച്ചതാണ് എന്ന ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യും? അതാണ് വിശ്വാസം, കർമ്മം. ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടാവണം? ബന്ധം ഉണ്ടാവണം. വലാകിന്ന അക്സറന്നാസി ലാ യുമിനൂൻ. എന്നാൽ അധിക ജനങ്ങളും ആ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ കലാമിൽ വിശ്വസിക്കേണ്ട വിധത്തിൽ വിശ്വസിക്കുന്നില്ല. ലാ യുമിനൂൻ വെറും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ. ഈമാൻ എന്താണ്? അമലുകൊണ്ട് എന്ത് ചെയ്യണം? സത്യപ്പെടുത്തണം. അപ്പൊ അമലുകൊണ്ട് സത്യപ്പെടുത്തുന്ന വിധത്തിൽ ഖുർആനെ വിശ്വസിച്ചിട്ടുണ്ടോ? ആലോചിക്കട്ടെ. അപ്പൊ ഖുർആനിന്റെ പ്രാധാന്യം, അപ്പൊ അത് അള്ളാഹിന്റെ കലാമാണ് എന്നതാണ്. അള്ളാഹു ആണ് അത് ഇറക്കി തന്നത്. ശരി, ആരാണ് അള്ളാഹു? അല്ലെ? ആരാണ്? അല്ലേ? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അത് നാട്ടിലൊരു വളരെ മോശപ്പെട്ട ഒരാൾ പറഞ്ഞു തന്നെ എന്റെ പണി വെക്കുക അറിയില്ലേ, ഓൻ പറഞ്ഞത് ചോദിച്ചാൽ ഇങ്ങനെ നടക്കണം ചോദിക്കും. അല്ലെ? നേരെ മറിച്ച് ആരാ പറഞ്ഞത്? അത് വളരെ പ്രധാനപ്പെട്ട വിശ്വസ്തനായ ഒരാളാണ് പറഞ്ഞത് എങ്കിലോ അങ്ങനെ പറഞ്ഞോ? അല്ലെ? അപ്പൊ ആ പറച്ചിലിൽ എന്തുണ്ട്? ഒരു ഗൗരവമുണ്ട്. ആ വാക്കിനൊരു ഗൗരവമുണ്ട്. അപ്പൊ ഇവിടെ ആരുടെ കലാമാണിത്? അള്ളാഹുവിന്റെ കലാമാണ്. ശരി, ആരാണ് അള്ളാഹു? ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് അള്ളാഹു? അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. അള്ളാഹു ആ ഏകനായ ആരാധ്യൻ എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ നിനക്ക് ഇറക്കി തന്ന നിന്റെ റബ്ബ്,
അല്ലദീ റഫഅ സമാവാത്ത്, ആകാശങ്ങളെ ഉയർത്തിയവനാണ്. അല്ലദീ റഫഅ സമാവാത്ത്, ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവനാണ് അവൻ. ബിഗൈരി അമദിൻ, തൂണുകളില്ലാതെ. തറൗനഹ, അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തൂണുകളില്ലാതെ ആകാശത്തെ ഉയർത്തി നിർത്തിയവനാണ് അല്ലാഹു. അല്ലാഹു ഖുർആൻ ഇറക്കി തന്ന അല്ലാഹു. അപ്പൊ ഖുർആന്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം ഏതാണ്? ആ കാണുന്ന സാധനം അല്ല, അത് ചിലപ്പോൾ മേഘമായിരിക്കും. വിമാനം പോകുമ്പോ ആ മേഘത്തിന്റെ ഉള്ളിൽ പോയി അറിയും. നമ്മളാ കാണുന്ന മേഘമായിരിക്കും. ആകാശം എന്ന് പറഞ്ഞാൽ മാ ഫൗക്കർ റൗസ് എന്നാണ് അറബിയിൽ. സമാന്റെ അർത്ഥം എന്താ? മാ ഫൗക്കർ റൗസ്, തലന്റെ മുകളിലുള്ളത്. നമ്മൾ പറഞ്ഞ് ചന്ദ്രനിൽ പോയി അല്ലെ? ചന്ദ്രനിൽ പോയാൽ ഭൂമി കാണാൻ കീപ്പട്ട് വെക്കണ്ടേ? എവിടെ വെക്കണ്ടേ? കീപ്പട്ട് വെക്കിയാൽ ഭൂമി കാണൂല. ചന്ദ്രനിൽ പോയിട്ട് മേപ്പൊട്ട് വെക്കിയാൽ എന്ത് ചെയ്യുള്ളൂ? ഭൂമി കാണുള്ളൂ. ഇത് ഗോളാകൃതിയാണ്. കീപ്പട്ട് വെക്കിയാൽ എന്ത് ചെയ്യൂല? ഭൂമി കാണൂല. അപ്പൊ ചന്ദ്രനിൽ പോയാല് മാഫോക്കർ റൗസിലാണ് എന്തുള്ളത്? ഭൂമി ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ തലക്ക് മുകളിലുള്ളത് മാ ഫൗക്കർ റൗസ്. അപ്പൊ നമുക്ക് ആകാശങ്ങൾ, സമാവാത്ത്. എത്ര ആകാശമുണ്ട്? 7 ആകാശമുണ്ട് അല്ലേ? എത്ര ഭൂമിയുണ്ട്? എത്ര ഭൂമിയുണ്ട്? ഒരു ഭൂമി. 7 ഭൂമി. തർക്കായി. നഞ്ഞ് ഖുർആൻ കൊണ്ട് തെളിയിക്കണം ഒരു ഭൂമിയാണ് അല്ലെങ്കിൽ 7 ഭൂമിയാണ് എന്ന്. സബഅ സമാവാത്തിൻ വൽ അർള്. പറഞ്ഞോളി. വമിനൽ അർളി മിസ്ലഹുന്ന. ഇവിടെ സൂറത്തു ത്വലാഖിന്റെ അവസാനം എടുത്തു നോക്കിയാൽ കാണാം 7 ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ജമാല് പറഞ്ഞതുപോലെ വമിനൽ അർളി മിസ്ലഹുന്ന, അതുപോലെയുള്ള ഭൂമികളും ഉണ്ട് എന്ന് പറഞ്ഞാൽ 7 ഭൂമി ഉണ്ടെന്ന് ഖുർആൻ സൂചന നൽകിയിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഓരോ ആകാശത്തിനും ഓരോ ഭൂമി ഉണ്ടാവും. അപ്പൊ അടുത്ത കാലത്ത് പുതിയൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. എത്രയോ പ്രകാശവർഷം അകലെ ജലത്തിന്റെ സാന്നിധ്യമുള്ള ഒരു ഗോളുണ്ട് എന്ന്. എത്രയോ പ്രകാശവർഷം അകലെയാണ് ഒരു സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. അപ്പം 7 ആകാശങ്ങൾക്ക് 7 ഭൂമിയുണ്ട് എന്നാ ഖുർആന്റെ സൂചന. പക്ഷെ നമ്മൾ കണ്ടെത്തണം. ചിലർ പറഞ്ഞു 7 വൻകരകളാണെന്ന്. പക്ഷെ മിനൽ അർളി മിസ്ലഹുന്ന എന്ന ഖുർആന്റെ പ്രയോഗം. ഭൂമിയിൽ നിന്നുമുണ്ട് മിസ്ലഹുന്ന, അവ പോലെയുള്ളത് എന്ന്. അപ്പൊ ഏതായാലും ഈ ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മാഫൗക്കർ റൗസ്, നമ്മളുടെ തലക്ക് മുകളിലുള്ളത് എന്തൊക്കെയുണ്ട്? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട് അല്ലേ? അങ്ങനെ കോടാനുകോടി ഗാലക്സികളുണ്ട്. പോരാ ഈ അന്തരീക്ഷത്തിൽ അതല്ലാത്ത പലതും ഉണ്ട്. ഇവയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചവൻ, ഉയർത്തി നിർത്തുന്നവൻ. അപ്പൊ ഏതാ? നമുക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ. ബിഗൈരി അമദിൻ തറൗനഹ. സൂറത്തുൽ ലുഖ്മാനിലും അങ്ങനെ ഒരു ആയത്തുണ്ട് എന്നാ തോന്നുന്നു അല്ലെ? ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. അപ്പൊ കാണാൻ കഴിയാത്ത തൂണ് ഏതാ? ആകർഷണം എന്ന് പറയുന്ന ഒരു തൂണുണ്ട് ഇതിന്റെ അടിയിൽ. ആ ആകർഷണം ഇല്ലാതായാല് ഒക്കെ ചാടും. ഇദ ശംസു കുവ്വിറത്ത്, വൈദൻ നുജൂമുൻ കദറത്ത്. അപ്പൊ എന്താ? ഇദ ശംസു കുവ്വിറത്ത്. ഇദ ശംസു കുവ്വിറത്ത്. സൂര്യൻ കവറിലാക്കപ്പെട്ടെന്നാണ്. കവറ എന്നല്ല, കവറിലാക്കി എന്നാണ്. അഥവാ ചുറ്റിപ്പൊതിയപ്പെട്ടാൽ എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. ചുറ്റിപ്പൊതിയല്ല, എടുത്തുകാണ്ട് കവറിലാക്കി. അതോടുകൂടി എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഇതന്നുജൂമുൻ കദറത്ത്. നക്ഷത്രങ്ങളൊക്കെ ഇൻ കദറ, ഉതിർന്ന് വീഴാന്ന്. എന്താ ഉതിർന്ന് വീഴാ? ഇപ്പൊ ഈ ചുമര് ഒരു മണൽ കൊണ്ട് പടുത്തതാണ് ഒട്ടിക്കുള്ളൂ. മണ്ണ് വെച്ചു ഉരുളത്തിയ ചുമരാണ്. മുകളിൽ മേലാപ്പൊന്നുമില്ല, ഓടൊന്നുമില്ല. മഴാണ്ട് പെയ്താൽ അയിമൽ ഇങ്ങനെ മഴത്തുള്ളി വീഴുമ്പോ ആ ഓരോന്നിങ്ങനെ മണ്ണിങ്ങനെ ഉതിർന്ന് വീഴുന്നത് ആലോചിച്ചു കേട്ടതാ. ഇദശംസു കുവ്വിറത്ത് വൈദന്നുജൂമുൻ കദറത്ത്. ഇങ്ങനെ ഉതിർന്ന് വീഴാൻ തുടങ്ങും. ഈ ആകർഷണമെന്ന
ഒരു തൂണ് പടച്ചോൻ വെച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? വശംസു തജ്രി ലിമുസ്തഖരിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകുൽ കൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ. എന്താ അർത്ഥം? ലശംസു സൂര്യനല്ല, അതിനു യോജിച്ചതല്ല, അല്ലെ, ചേർന്നതല്ല. എംബയില അന്തുതിരിക്കൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കാൻ എന്ന് വെച്ചാൽ ചന്ദ്രന്റെ അടുത്തേക്ക് പോകില്ലാന്നോ? ചന്ദ്രൻ ഏതിന്റെ ഉപഗ്രഹ? ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഭൂമിയും ചന്ദ്രനുമായിട്ടാണ് ആകർഷണം ഉള്ളത്. എന്നാൽ ചന്ദ്രനെ അങ്ങോട്ട് ആകർഷിച്ച് കീഴ്പ്പെടുത്താൻ ആർക്ക് കഴിയില്ല? സൂര്യന് കഴിയില്ല. എന്താ കാരണം? എന്താ? അത് അള്ളാഹ് പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. അതാ ലശംസു യംബഗിലഹാൻ തുദ്രികൽ ഖമർ. ചന്ദ്രനെ പ്രാപിക്കാൻ, അതിനെ ആകർഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ സൂര്യന് കഴിയില്ല. അങ്ങനെ കൊണ്ടുപോയാൽ താളം തെറ്റും. എന്നാൽ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അത് ഭൂമിയുടെ ആകർഷണ വലയത്തിലാണ് എന്ത് ചെയ്യുക, നിൽക്കുക. ഈ വേലിയേറ്റും വേലിയിറക്കൊക്കെ ഉണ്ടാവുന്നതിൽ എന്തുണ്ട്? ചന്ദ്രന്റെ ചലനങ്ങൾക്ക് എന്തുണ്ട്? ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ട് എന്ന് ശാസ്ത്രം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നോക്ക് നിങ്ങൾ, ബി ഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ ഉപയോഗിച്ച് ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. അപ്പൊ ആരാ? അല്ലാഹ്. ആ ആകർഷണം അള്ളാഹ് എടുത്തു കളഞ്ഞാൽ എന്തായിരിക്കും? ആ സൂര്യനെ പിടിച്ച് കവറിലാക്കിയാൽ മതി. അതോടുകൂടി ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുന്നു. പിന്നെ ഈ വൈദൽ നുജൂമുൻ കദറത്ത് കഴിഞ്ഞിട്ട് പിന്നെന്താ? വൈദൽ ജിബാലു സുയ്യിറത്തില്ലേ? എന്താ? വൈദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ നടത്തപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കല്ലിഹിനിൽ മംഫൂസ്. എന്താ? ഇവിടുന്ന് വലിയ ഭാരമുള്ള ഒരു കല്ലിങ്ങനെ എടുത്തിട്ട് നോക്കിയാട്ട് ആ താഴത്തേക്ക് ആ വീഴുന്ന സ്ഥലം എന്തായിരിക്കും? പൊടി പൊടിയാവും, അല്ലെ? ഇതൊന്നായിട്ടായിട്ട് വീണാൽ പിന്നെ ഭൂമി സുയ്യിറത്ത്, പിന്നെ ഭൂമി അല്ലാതാക്കി മാറ്റപ്പെടുന്ന യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഭൂമി അല്ലാതാക്കി മാറ്റപ്പെടും. ലാ തറാ ഫിഹാ ഉവജൻ വലാ അംതാ, പിന്നെ അതില് കുന്നും കുഴിയും നിനക്ക് കാണാൻ സാധിക്കൂല എന്ന്. അത് ഖാഅൻ സഫ്സഫാന, സമനിരപ്പായ ഒരു ഹോളായിരിക്കുന്നു. അപ്പൊ ഈ ഹോൾ അവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ ബെഞ്ചും ഡെസ്കൊക്കെ ഒഴിവാക്കിയിട്ട് നോക്കിയാൽ കാണുന്ന വിധത്തിൽ ഭൂമി നല്ലൊരു ഹോളായിട്ട് മാറിയിട്ടുണ്ടാവും. ഖാഅൻ സഫ്സഫ. അപ്പൊ എടുത്തു നോക്ക് നിങ്ങൾ. അപ്പൊ ആരാണ് ഇതിനെ അത്രയും ശക്തനായ, സൃഷ്ടാവായ, നിയന്താവായ, എല്ലാം നൽകുന്ന ആ റബ്ബിൽ നിന്നാണ് ഇത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത്രമാത്രം ഖുർആന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടോ? കാരണം നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആ നാഥന്റെ കലാമാണ്. ആ ഒരു ഗൗരവം റബ്ബിന്റെ പ്രാധാന്യ, റബ്ബിന്റെ മഹത്വം. അപ്പൊ ആ റബ്ബാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം നടത്തിയിട്ടുള്ളത്. സഹറ കീഴ്പ്പെടുത്തി, അല്ല സുമ്മസ്തവ അലൽ അർശ്, അല്ലെ? പിന്നീട് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. സുമ്മസ്തവ അലൽ അർശ് എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന വിധത്തിൽ അവൻ അവന്റെ അർശിൽ എന്ത് ചെയ്തു? ഉപവിഷ്ടനായി. സുമ്മസ്തവ അലൽ അർശ്.
അതിന്റെ കൈഫിയത്തോ അതിന്റെ തെവീലോ ഒന്നും എന്ത് ചെയ്യൂല, നമുക്ക് അറിയുകയില്ല. സുമ്മസ്തവ അലൽ അർശ്. എന്നിട്ട് പറയുക സഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? സഖറ, കീഴ്പ്പെടുത്തി തന്നു. പോരാ, സഖറ എന്ന് പറഞ്ഞാൽ വെറും കീഴ്പ്പെടുത്തലിനല്ല. പറഞ്ഞോളി, കൂലി കൂടാതെ കീഴ്പ്പെടുത്തി തന്നു എന്നതിന്റെ അർത്ഥം. നമ്മ ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട, ഒന്നും അങ്ങോട്ട് നൽകാതെ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കീഴ്പ്പെടുത്തി തന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാ സഖറ ശംസ വൽ ഖമറ. ഒരു ആനനെ നമ്മൾക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? കുറെ നമ്മൾ അങ്ങോട്ട് ചെലവഴിക്കണം, അതിന് പരിശീലനം നൽകണം. എന്നാ സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് ലഭ്യമാവുന്നതിന് എല്ലാറ്റിനെയും യാതൊരു കൂലിയും കൂടാതെ അവൻ കീഴ്പ്പെടുത്തി തന്നു. സഖറ ശംസ വൽ ഖമറ, സൗരോർജം അല്ലേ? സൂര്യനില്ലെങ്കിൽ മത്തം കുരുവിച്ചിട്ടാ മുളക്കുക? മുളക്കൂലല്ലേ? മത്തന് അത് മുളച്ച് അതിന്റെ ഇലയായി വന്നിട്ട് ആ ഇല വലിച്ചെടുക്കുന്ന അന്നജാണ് പിന്നീട് എന്ത് ചെയ്തത്? മത്തനായി മാറിയത്. ഒരു പൂളക്കൊമ്പ്, ഒരു കപ്പന്റെ കൊമ്പ് കുത്തിയാൽ അത് തളിർത്ത് കിഴങ്ങുണ്ടാവണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം വേണം. അവിടുന്ന് വലിച്ചെടുത്ത അന്നജാണ് പിന്നീട് എന്ത് ചെയ്തത്? കിഴങ്ങായി മാറിയിട്ടുള്ളത്. അപ്പൊ നോക്ക്, സൂര്യനെയും ചന്ദ്രനെയും അവൻ കൂലി കൂടാതെ കീഴ്പ്പെടുത്തി തന്നു. എത്ര ഇവയിൽ നിന്ന് നമ്മൾ ഉപകാരം എടുക്കുന്നത്? ഈ കറണ്ട് ബില്ല് അടക്കണീന് അനുസരിച്ച് നമ്മൾ സൂര്യപ്രകാശത്തിനുള്ള ബില്ല് അടക്കുകയാണെങ്കിൽ അല്ലേ, സോളാർ വെച്ച് അതിന്ന് കറണ്ട് എടുക്കുകയാണ്, പാനൽ വെച്ചിട്ട് കേട്ടോ. പണ്ട് 4000, ഇനിയിപ്പോ 400 റുപ്യ ഇല്ല. അത് ഓൺ ഗ്രിഡ് ആണ്, ഇവിടുന്ന് ആണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അല്ല, ഇപ്പൊ 150 റുപ്യ വരുന്നുള്ളൂ. അതിന്റെ ആ സാധാ ചാർജേ വരുന്നുള്ളൂ. പണ്ട് 2000-ന്റെ മുകളിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എവിടുന്ന അത് കിട്ടിയത്? ഈ സൗരോർജം നോക്ക്. ഇതിപ്പോ കറണ്ട് വേറെ എല്ലാറ്റിനും എന്ത് വേണം? വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ മനുഷ്യന് ഭയങ്കര പ്രയാസമാണ്. വൈറ്റമിൻ ഡി എവിടുന്നാ കിട്ടണ? ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശത്തു നിന്നല്ലേ. മഞ്ഞ ഉണ്ടെങ്കിൽ ഡോക്ടർ എന്ത് കുട്ടീനെ കൊണ്ടുപോയിട്ട് ഒന്ന് എന്ത് ചെയ്താളാ? ഒന്നാട് വെയിലൊള്ളിച്ചാളാന്ന് പറയും അല്ലെ. മാക്സ് ഇടാൻ പാടില്ല, പർദ്ദ ഇടാൻ പാടില്ല എന്നാണ് ആര്? ഗർഭിണിയാണെങ്കിൽ. കാരണം കുറച്ചൊക്കെ വെയിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം? കുറച്ചൊക്കെ ഒന്ന് തട്ടണമെന്ന്. തട്ടിയിട്ട് എന്ത് ചെയ്യണം? അതിലൂടെ കുറച്ചൊക്കെ വൈറ്റമിൻ ഡി ഉമ്മയിൽ നിന്ന് ആർക്ക് കിട്ടാണ്ട്? ഈ കുട്ടിക്ക് കിട്ടാണ്ട് എന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയട്ടെ, എന്താ ഇത്? അത്ഭുതല്ലേ? ആരാണ് ഇത് ഒക്കെ സംവിധാനിച്ചു തന്നിട്ടുള്ളത്? അപ്പൊ അത് വിശദമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. സഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലി മുസമ്മ, കാലാകാലം നിലനിൽക്കുക. ആ ഭൂതി വിചാരിച്ചു കണ്ട. കുല്ലു യജ്രി, എല്ലാം സഞ്ചരിക്കുകയാണ്. ലി അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ എല്ലാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളുടെ കണ്ണിൽ നിന്ന് മറയുന്നു എന്ന് മാത്രം. അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഗോളാകൃതി ആയതുകൊണ്ട് അപ്പുറത്തേക്ക് എന്നിപ്പോ എന്ത് ചെയ്തില്ല, നമ്മൾ കണ്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ. സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് അസ്തമിച്ചോടിയും പോയി ഇരിക്കുന്നില്ല. വശംസു തജ്രി ലി മുസ്തഖരിൻ ലഹ, അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചന്ദ്രനും എവിടെയെങ്കിലും പോയി കുത്തിർക്കണില്ല. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, അതിന്റെ വൃതിക്ഷയങ്ങളെ ചന്ദ്രന് നാം എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. കുല്ലുൻ ഫി ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാം നീന്തി തുടിക്കുകയാണ് എന്നാ പ്രപഞ്ചത്തില്. എങ്ങനെ നീന്തുക? നീന്തലെങ്ങനെ? ഇങ്ങനെ തുഴയണല്ലേ? തുഴയുമ്പോ ഇതിങ്ങനെ പോണോ? ഈ തുള്ളിയുള്ള സഞ്ചാരമാണ് ഗോളങ്ങൾക്ക് മുഴുവൻ. ഖുർആൻ ഉപയോഗിച്ച ആ പദത്തിൽ പോലും വസ്തുത ഉണ്ട്. ഈ തുള്ളല് ഇതിങ്ങനെ ഉപയോഗിച്ച് കൈകൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു പോണം, കാലും തുഴയണം. ആ തുഴച്ചിലാണ് യസ്ബഹൂൻ. അതേ രീതിയിലാണ് ഒരു നീന്തൽക്കാരൻ തുഴഞ്ഞു തുള്ളി പോണത് പോലെയാണ് ഗോളങ്ങളുടെ സഞ്ചാരം എന്ന് പോലും ശാസ്ത്രം വെളിപ്പെടുത്തുന്നു. അപ്പം എല്ലാം കീഴ്പ്പെടുത്തി തന്നു അല്ലെ. എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുകയുള്ളൂ.
യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ദബ്ബറ യുദബ്ബിറുന, പരിപൂർണമായി എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? നിയന്ത്രിക്കുന്നു. സാധാരണ ഒരു നിയന്ത്രണമൊന്നുമല്ല. ചില നിയന്ത്രണങ്ങളൊക്കെ ചില നടത്തിയാൽ അതിന്റെ അപ്പുറം കടന്നു പോകും. എന്നാൽ ഒരാൾക്കും മറികടക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങളെ അതിസൂക്ഷ്മമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അവൻ. അപ്പൊ ആലോചിച്ച് നോക്കിയട്ടെ, ആരുടെ കലാമ നമ്മളെ മുമ്പിലുള്ളത്? അള്ളാഹുവിന്റെ. ആരാണ് അള്ളാഹ്? ആകാശങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകളാൽ ഉയർത്തിയവനാണ് അവൻ. പോരാ, സൂര്യനെയും ചന്ദ്രനെയും കൂലി കൂടാതെ കീഴ്പ്പെടുത്തി തന്നവനാണ് അവൻ. പോരാ, കാര്യങ്ങളെ അണുവിട തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. യുദബ്ബിറുൽ അംറ. എത്രത്തോളം നമ്മളുടെ ഹൃദയത്തിന്റെ മിടിപ്പ് വരെ തദ്ബീർ നടത്തുന്നത് ആരാണ്? അള്ളാഹാണ്. എന്നിട്ട് ആ അള്ളാഹിന്റെ കലാമ് ആഴ്ചയിൽ ഒരിക്കൽ പോലും വായിക്കാൻ മടിയാണ് അല്ലേ? വെറുതെ വിടുക. വേറെയുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടില്ല? ഖുർആൻ പഠിച്ചിട്ടില്ല. വേറെയുള്ളതൊക്കെ പഠിച്ചിട്ട് പക്ഷെ ഖുർആൻ പഠിച്ചിട്ടില്ല. അള്ളാഹ് വെറുതെ വിടൂലട്ടോ. അപ്പൊ എല്ലാം തദ്ബീർ നടത്തുന്നവനാണ് അവൻ. യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ അതിസൂക്ഷ്മമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ. അൽ ഖയ്യൂം, ഖുർആൻ പറഞ്ഞു അൽ ഖയ്യൂം. ആ നിയന്ത്രണത്തിനപ്പുറം ഒന്നും മറികടക്കൂലെന്ന്. ഇത് തുള്ളിയ എത്ര തുള്ളുന്നില്ലേ പറയലുണ്ടല്ലോ. വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ട് മടങ്ങി വരട്ടോ അറിയില്ലേ അമ്മ. മക്കൾ പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ ആണ്ട് ഒരു പോക്കാണ്ട് പോയാണ്ട് പോ, ഇജ് വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ട് വരും എന്നറിയില്ല. ഇജ് തുള്ളിയ എത്ര തുള്ളുകയെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മളെത്ര തുള്ളുക? യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് യുഫസ്സിലുൽ ആയാത്ത്, തെളിവുകൾ അവർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. യുഫസ്സിലു, വിശദീകരിച്ചു തരുന്നു. അൽ ആയാത്ത്, തെളിവുകൾ. ഖുർആനിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തെളിവ് നിങ്ങളെ മുമ്പിൽ വെച്ച് തരിക അല്ലാഹ്. ആ സൂര്യനെയും ചന്ദ്രനെയും കൂലി കൂടാതെ കീഴ്പ്പെടുത്തി തന്നവൻ. ഓരോ കാര്യങ്ങളെയും ഒരു പോരായ്മയും ഇല്ലാതെ നിയന്ത്രിക്കുന്നവൻ. യുദബ്ബിറുൽ അംറ. മിനസ്സമായി എന്ന് വേറെ ആയത്തിൽ കാണാം. മിനസ്സമായി ഇലൽ അർള്, ആകാശം മുതൽ ഭൂമി വരെ. അല്ല, ആകാശത്ത് നിന്ന് ഭൂമിയും കൂടി അള്ളാഹ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. രണ്ടർത്ഥങ്ങളും പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ നോക്ക്, ഈ തദ്ബീർ അല്ലെ. അപ്പൊ ആരാ നമ്മളെ കിഡ്നിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്? ഓരോന്ന് അരിച്ചെടുക്കണം. കിഡ്നിയും കരളും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല. കിഡ്നിയും കരളും കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യന് മാന്യമായി മുന്നോട്ട് പോകാൻ പറ്റൂല. ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ആരാ അത് നിയന്ത്രിക്കുന്നത്? യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാത്ത്. എന്തിനാണ്? ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായി അറിയേണ്ടത്. എന്തിനാണ്? ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ. ലഅല്ലക്കും, നിങ്ങൾ ആയേക്കാൻ വേണ്ടി. ബിലിഖാഇ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച്. ലിഖാഇ, കണ്ടുമുട്ടുക. ലഖിയ. ബിലിഖാഇ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച്. തൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കാൻ വേണ്ടി. അതെ, അതിനാണ് ഇതൊക്കെ വിശദീകരിച്ചിരുന്നത്. അപ്പൊ ഏതാണ്? എന്നാ അള്ളാഹിനെ കണ്ടുമുട്ടുക. പരലോകം ഉണ്ടല്ലേ, മരണാനന്തരമുള്ളൊരു ജീവിതം ഉണ്ട്. അപ്പൊ ആ മരണാനന്തരമുള്ള ജീവിതത്തെ